പി ശശിയെ മാറ്റിയേക്കും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി ശശിയെ മാറ്റിയേക്കും എന്ന വളരെ ഈ സമയത്തെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് ഇതാണ്. മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത് പി ശശിയെ മാറ്റിയേക്കും എന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടിക്കുള്ളിൽ അങ്ങനെ പി ശശിയുടെ പേരിൽ വലിയ ചർച്ചകളും സമ്മർദ്ദമൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തീരുമാനം വരുന്നത്. AK സ്റ്റെഫിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സ്റ്റെഫിൻ, ഇനി മുഖ്യമന്ത്രി എടുക്കുക, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലാണ് ഇരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം? പ്രജീഷ, ഏതായാലും അത്യന്തം ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയുള്ള പി ശശിക്കെതിരെ ഒരു ഭരണപക്ഷത്തുള്ള MLA ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടിയാണ് പാർട്ടിയും അതോടൊപ്പം തന്നെ ഈ കാര്യത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സമ്മർദ്ദം പി ശശിയെ മാറ്റുന്നതിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പി ശശിയുടെ രാജിക്കായുള്ള സമ്മർദ്ദം CPM-ൽ ശക്തമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാടായിരിക്കും ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമായി വരിക. കാരണം പി ശശിയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം ഈ പി ശശിയും ഈ ADGP MR രാജ്കുമാറും ചേർന്ന് പലതരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും PV അൻവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ കളങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടക്കണമെങ്കിൽ ആ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ശശിയെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം പല നേതാക്കളിൽ നിന്നും ഉയരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏറെ നിർണായകം. ഏതായാലും പാർട്ടിയിൽ നിന്ന് അതിശക്തമായ ഒരു സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ. നമ്മൾ ഈ മൂന്നാം വിക്കറ്റ് എഴുതി കാട്ടുന്നത് ഈ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെയാണ്. അവിടെ ഒന്ന് ഫസ്റ്റിലെ തന്നെ കൊടിയ ആരോപണ വിധേയനായിട്ടുള്ള EP ജയരാജൻ പുറത്തേക്ക് പോകുന്നു LDF കൺവീനർ സ്ഥാനത്ത് നിന്ന്. രണ്ടാമത് MR അജിത് കുമാറിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ PV അൻവർ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ആ വിഷയത്തിന്മേൽ രണ്ടാമതൊരു പ്രധാനിയെ കൂടി ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കേന്ദ്രത്തിൽ നിന്നും ഓഫീസിൽ നിന്നും മാറ്റേണ്ടി വരുന്നു ഈ സമ്മേളന കാലത്ത് തന്നെ, അല്ലേ? അതേ പ്രതീക്ഷ. കാരണം EP ജയരാജനെതിരെയുള്ള നടപടിയായാലും അത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയതിൻ്റെ തൊട്ട് തലേന്ന് ചേർന്ന നേതൃയോഗത്തിലാണ്, സംസ്ഥാന കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു EP ജയരാജനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്. ബ്രാഞ്ച് സമ്മേളനം ഇന്നലെ മുതൽ ഏതാണ്ട് തുടങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാർട്ടിക്ക് ഏതായാലും ആ ഒരു തീരുമാനം ഒരുപക്ഷെ എടുക്കേണ്ടി വരും എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ പാർട്ടിയിൽ നിന്ന് കടുത്തൊരു സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും. കാരണം ഇനി ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് പാർട്ടി കടക്കാൻ പോകുന്നതിനിടയ്ക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് ഉള്ള ആരോപണങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സമ്മേളനങ്ങളിൽ ഇത് വലിയ ചർച്ചയാവും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പാർട്ടിക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നാലും ആശ്ചര്യപ്പെടേണ്ടതില്ല. ഏതായാലും പാർട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് പി ശശിക്കെതിരെയുള്ള സമ്മർദ്ദം, രാജിയുടെ ശരി സ്റ്റെഫിൻ, എന്തായാലും ഇതിന് തുടർച്ച വേണം. സ്റ്റെഫിൻ തുടരുക. അങ്ങനെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, നിർണായക പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് ഈ നിമിഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റുമോ മുഖ്യമന്ത്രി, അതിന് ധൈര്യപ്പെടുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നമ്മൾ